നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മിറ്റി സജീവമായി ഇതാ സർവീസ് ആരംഭിച്ചു. നമ്മുടെ കൺവീനർ നമ്മോടൊപ്പമുണ്ട്. ഓക്കെ, നമ്മുടെ 63ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ സർവീസ് ആരംഭിക്കുകയാണ്. 20ഓളം വേദികളിൽ നിന്ന്. അല്ല, ഇപ്പോൾ മൊത്തം സംഘാടകരാണല്ലോ ഉള്ളത്. അല്ല, നമ്മൾ കുട്ടികളെ പല പോയിന്റുകളിൽ നിന്ന് എടുക്കാനും അതേപോലെ തന്നെ ഓരോ ബസ്സുകളിലേക്ക് ഫ്ലാഗ് ഓഫ് ചെയ്ത ഉടനെയുള്ള യാത്രയാണ്. ആദ്യ യാത്രയാണ്. അതിൽ ഇതിന്റെ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ മുഴുവൻ ഭാരവാഹികളും വളണ്ടിയേഴ്സും അടക്കമുള്ള അധ്യാപകരടക്കമുള്ള കുട്ടികളടക്കമുള്ള കൂട്ടമാണ്. ഇതിന്റെ റൂട്ട് ഒന്ന് വിവരിക്കൂ. നമ്മൾ കലോത്സവ വേദികളിൽ നിന്നും നമ്മൾ ഭക്ഷണ ഹാളായിട്ടുള്ള മോഡൽ ഹൈസ്കൂളിലേക്കാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. നമ്മൾ വിവിധ വേദികളിൽ നിന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബസ്സുകളിൽ സൈലത്തിന്റെ സഹായത്തോടു കൂടി വ്യത്യസ്തങ്ങളായ ബസ്സുകളിലാണ് കുട്ടികളെ നമ്മൾ അവിടുന്ന് വേദികളിൽ നിന്ന് എടുത്തുകൊണ്ട് ഭക്ഷണ ഹാളിലേക്കും ഭക്ഷണ ഹാളിൽ നിന്ന് തിരിച്ചും കൊണ്ടുപോവുകയാണ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ടൈം ഒന്ന് പറയൂ. നമ്മൾ ഭക്ഷണം തുടങ്ങിയത് മുതൽ 12 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് നമ്മുടെ സർവീസ് കൊടുക്കുന്നത്. മുഴുവൻ ദിവസവും 10,000-ഓളം കുട്ടികളെ ആ വേദികളിൽ എത്താനും ഭക്ഷണ ഹാളിൽ എത്തിക്കാനുമുള്ള സൗകര്യമാണ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി ഒരുക്കുന്നത്. അപ്പോ ഉച്ച സമയത്ത് മാത്രമേ ഉള്ളൂ അതോ ഈവനിങ്? നമുക്ക് പ്രധാനമായിട്ടും ഭക്ഷണത്തിന്റെ സമയങ്ങളിൽ കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജനകീയമായിട്ട് ഓട്ടോ സംവിധാനം അതുകൂടി തരപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും മിതമായ നിരക്കിൽ ഓട്ടോ സംവിധാനം കൂടി ലഭിക്കുന്നതാണ്. അപ്പൊ ഇന്നലെ QR കോഡിന്റെ ഒരു സംഭവം പറഞ്ഞല്ലോ. അതെ, നമ്മൾ കലോത്സവ വേദിയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത കുട്ടികൾക്ക്, അധ്യാപകർക്ക് കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പോട് കൂടി QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ട്. പോലീസും ട്രാഫിക്കും ട്രാൻസ്പോർട്ട് കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് ഈ നൂതനമായിട്ടുള്ള ആവിഷ്കാരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും അവരുടെ വേദി ഏതാണെന്ന് ക്ലിക്ക് ചെയ്ത് വേദി നമ്പർ കൊടുത്ത് ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടി വേദിയിലെത്താനുള്ള സൗകര്യമാണ് ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ,